ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സ്റ്റെഫി. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ട്രിപ്പ് പോവാണ്. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയതൊരു പള്ളിയിലാണ്. ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെയും ഞങ്ങൾ പോയതൊരു പള്ളിയിലാണ്. ഇത് തീർത്ഥയാത്രയാണോ അതോ ട്രിപ്പാണോ എന്ന് പറയാൻ എനിക്ക് തോന്നിപ്പോയി. കാരണം പള്ളിയെല്ലാം കയറി ഇറങ്ങിയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ നേരെ നീതി ചേച്ചിയുടെ വീട്ടിലാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്നായിരുന്നു. കാരണം രാവിലെ ഒരു സമയത്ത് ഇറങ്ങിയതാണ്. അതൊരു വാവയുണ്ട്, നല്ല രസമാണ്, ക്യൂട്ടൊരു വാവളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ വീടിനടുത്തുള്ളൊരു തോട് കാണാൻ പോയി. തോടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുന്നത്, മിനി വാട്ടർഫോൾ എന്നൊക്കെ പറയാം. നല്ല രസമാണത് കാണാൻ. അതൊക്കെ കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇപ്പോൾ കുഞ്ഞിൻ്റെ കുറേ ടോയ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് ഞങ്ങൾ കളിച്ചു. കാരണം എത്ര വലുതെന്ന് പറഞ്ഞാലും പിള്ളേരുടെ ടോയ്സ് കാണുമ്പം നമുക്കൊരു എന്താ പറയുക, ഹരമാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ വണ്ടിയൊക്കെ ഞാൻ ഓടിച്ചു. ടീച്ചർ അച്ഛൻ ഇവിടെ എന്തേ കാണിക്കുന്നേ എന്ന രീതിയിൽ എന്നെ ഇങ്ങനെ നോക്കി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ചേച്ചി പറഞ്ഞു, ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കാം. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ ചെന്ന് നിന്ന് ഉടനെ നല്ല മഴ. അങ്ങനെ മഴയോട് പറ്റിയ ഒരു പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ റീൽസൊക്കെ എടുത്തു. വിശന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത് ഏതെങ്കിലും ടോപ്പിലേക്കാണ്. അതായത് അതൊരു ഷാപ്പാണ്. ആ ഒരു ഷാപ്പിൻ്റെ ആംബിയൻസ് എൻ്റെ പൊന്നോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഫുഡ് ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും എല്ലാം സൂപ്പറായിരുന്നു. ഏറ്റവും അവിടുത്തെ ആംബിയൻസാണ് എനിക്കത് പിന്നെയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം. ഫ്രണ്ട് എനിക്ക് അയച്ചുന്ന റീൽസിനെ കണ്ടാണ് ഞാനിവിടെ പോയത്. കാരണം ഇവിടെ 365 ദിവസം മഴയുണ്ട്. എന്നിത് ആർട്ടിഫിഷ്യലായിട്ട് അവർ മഴ പെയ്യുന്നത്. അങ്ങനെ ആർട്ടിഫിഷ്യൽ മഴ കാണാൻ പോയി ഞങ്ങൾ ഒറിജിനൽ മഴയിൽ തന്നെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു. ഇവരാണ് ഗൈസ് എൻ്റെ ഫ്രണ്ട്സ്. എന്താ പറയുന്നത്, ഇവരാണ് എൻ്റെ ഹാപ്പി, എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം എപ്പോഴും ഇവരെൻ്റെ കൂടെ തന്നെയുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ബീച്ചിൽ കൊണ്ടുവന്നു തോന്നും. അങ്ങനെ ഞങ്ങൾ ഫുൾ ഫുഡും കഴിച്ചു. ബീച്ചിലേക്ക് പോകാൻ തയ്യാറായി. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് പോവാണ് ഗൈസ്. ഇവരുടെ പോകുമ്പോൾ ഒരു പ്രത്യേകം വൈബിൽ തന്നെ ആയിരിക്കും ഞങ്ങളെപ്പോഴും. എന്താ പറയുന്നത്, ഞങ്ങളുടെ ഒരു സർക്കിളിൽ ഞങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത മൊമെൻ്റാണ്. എന്താ പറയുന്നത്, ഒരിക്കലും ബ്ലഡ് റിലേഷൻ മാത്രമല്ല ബ്രദർ ആൻഡ് സിസ്റ്റർ എന്ന് തെളിയിച്ചു തന്നവരാണ് ഇവരെനിക്ക്. കാരണം ഇവരെല്ലാം ജിച്ചേട്ടനാവട്ടെ, ശ്രീലക്ഷ്മി ചേച്ചി ആവട്ടെ, നീതി ചേച്ചി ആവട്ടെ, ഇവരെല്ലാം എൻ്റെ ഒരു ഫാമിലി പോലെയാണ്. ഇവരെല്ലാം ഞാൻ ഒരുപാട് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. മിസ് യു ഗായ്സ്.